ഹായ് മകളെ, അപ്പോൾ നാളെ ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഒരു ഇവന്റ് ഉണ്ട്. ഓക്കെ, +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനും കൃത്യം 7 മണിക്കും 7:30 നമ്മളൊരു ഇവന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇതാ വൺ ഷോട്ടും കാര്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വൺ ഷോട്ട് കഴിഞ്ഞ് ഈ ഒരു 2 ദിവസം കൊണ്ട് ആ വൺ ഷോട്ട് കംപ്ലീറ്റ് ആവും. വൺ ഷോട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മളെ മിനി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, മിനി മാരത്തോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ മിനി മാരത്തോണിന്റെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളെ കൃത്യം 7 മണിക്കും 7:30 വേണ്ടി +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനുമായിട്ട് ഒരു ഇവന്റ് സെറ്റ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ എന്തിനാണ് സാർ ഇങ്ങനെ ഇവന്റ് അതുപോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് വൺ ഷോട്ട് കഴിഞ്ഞു, മിനി മാരത്തോൺ കാരണം മറ്റൊന്നുമല്ല, ഓണം എക്സാം എത്താറായി. ഓണം എക്സാമിന്റെ ചോദ്യ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാർ മുൻപും പറഞ്ഞതാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, കുട്ടികൾ ആരും പ്രതീക്ഷിക്കാതെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഞങ്ങളും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് പബ്ലിക് എക്സാമിന്റെ പാറ്റേണിൽ ചേഞ്ച് വന്നതും ക്വസ്റ്റ്യൻ്റെ ആ ഒരു സീരിയസ്നെസ് എന്താണ് കുറച്ചുകൂടെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നതും കുട്ടികൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. ഓക്കെ, നല്ല വിഷമമായിട്ടുണ്ട് കുട്ടികൾക്ക്. അതേപോലെ തന്നെ ഞങ്ങൾക്കും വിഷമമായിരുന്നു ടീച്ചേഴ്സ് ആയിരുന്നു. കാരണം നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമുക്ക് ഒരു ക്ലൂ ഒരു അപ്ഡേറ്റ് ഒന്നും തരാതെയാണ് പെട്ടെന്ന് എന്താക്കിയിട്ടുള്ളത് പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ഇത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ഇത്തവണ മനസ്സിലാക്കുക. ഇത്തവണ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ല രീതിക്ക് ടഫായിരിക്കും എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ ഓരോ ടീച്ചേഴ്സും ഇത്തവണ ആദ്യം മുതൽ നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, പഠിപ്പിക്കാത്ത മീൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. വരാത്ത തീരും ചോദിക്കാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ വർഷം വരെ നമ്മൾ സ്കിപ്പ് ചെയ്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +2 പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് നല്ല രീതിക്ക് ടഫുള്ള കാര്യമാണ്, പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഐറ്റമാണ്. റെഡി? അത് ആദ്യം മുതൽ ഇത്തവണ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്കൂളിലായാലും സാറും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. റെഡി? കഴിഞ്ഞ വർഷം നമ്മളത് പബ്ലിക് എക്സാമിനോട് അടുത്തൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, റെഡി? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തവണത്തെ നിങ്ങളുടെ ഓണം എക്സാം പലരുടെയും തെറ്റിദ്ധാരണയാണ് സ്കൂൾ വൈസ് ആണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലെ, ടീച്ചേഴ്സ് ഇടുന്നതാണ് സിമ്പിൾ ആയിരിക്കും, തട്ടിമുട്ടി ഒപ്പിച്ച് പോവാം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തവണ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, അത് ഒരിക്കലും സിമ്പിൾ ആവില്ല. ടീച്ചേഴ്സ് മാക്സിമം ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ഇടും. കാരണം നിങ്ങൾ ആദ്യമേ ടഫായിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യിച്ച് പ്രിപ്പയർ ആക്കിപ്പിക്കാൻ വേണ്ടി തന്നെ ഉറപ്പാണ് ഇത്തവണ ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് തന്നെ എഴുതാൻ പോകുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. റെഡി? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ടഫാവും എന്ന് മനസ്സിലാക്കുക. ഓണം എക്സാം ടഫായിരിക്കും എന്ന് മനസ്സിലാക്കുക. റെഡി? അതിനു വേണ്ടി പഠിച്ചോളാം, അങ്ങനെ പഠിച്ചോളാം. ഇപ്പം നമ്മൾ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രാക്കിലാണ് പഠിച്ചു പോവുകയാണ്. സോ വൺ ഷോട്ട് കഴിഞ്ഞ് അവിടെ ഒരു ബ്രേക്കും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ബാക്കോട്ട് പോകും. സോ അതുകൊണ്ടാണ് വൺ ഷോട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ മിനി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനി മാരത്തോൺ നമ്മൾ കഴിയുമ്പോഴേക്കും നമ്മുടെ എക്സാം ആവും. എക്സാം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എക്സാമിൻ്റെ തല നോക്കിയായിട്ട് നമ്മൾ ഫുൾ മാരത്തോൺ നമ്മൾ സെറ്റ് ചെയ്യും. റെഡി? അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ നാളത്തെ ഇവന്റിൽ കൃത്യമായിട്ട് മക്കളോട് പറയും എങ്ങനെയാണ് മിനി മാരത്തോണിന്റെ ടൈം ടേബിൾ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ഓക്കെ, അതിലൊരു വിട്ടുവീഴ്ചയില്ല, നല്ല മാർക്ക് തന്നെ വേണം, അതിന് വേണ്ടി ഇരിക്കുക. ഓക്കെ, എത്ര ടഫാണെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും, നല്ല മാർക്ക് വാങ്ങും. ഓക്കെ അല്ലേ? അപ്പം മറക്കണ്ട, നാളെ കൃത്യം 7 മണി 7:30. ഓക്കെ, +1 +2 അപ്പം അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയും മക്കളോട് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് മിനി മാരത്തോണായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം മറക്കണ്ട, നാളത്തെ ഇവന്റ് ലൈവ് കാണാം. സാറുണ്ടാവും. ബൈ ബൈ.